ഗായ്സ്, ഞങ്ങൾ എറണാകുളം എത്തിയപ്പോഴത്തേക്കും 5 മണിയൊക്കെ ആയിട്ടോ. നല്ല ടയർഡായിരുന്നു. പിന്നെ വന്ന് റൂം എടുത്തു. സൗത്ത് ഗേറ്റ് റെസിഡൻസി ആണ് ഹോട്ടലിൻ്റെ പേര്. AC റൂം. വന്നു ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഔട്ട്സൈഡ് പോയി. ഫുഡ് കഴിക്കാനൊക്കെ സമയമായി. 7 മണിയൊക്കെ ആയിട്ടോ. അതുകൊണ്ട് നല്ല ഉറക്കം. ഞാൻ കാണിച്ചു തരാം റൂമിൻ്റെ ഫെസിലിറ്റീസൊക്കെ. സൗത്ത് ഗേറ്റ് റെസിഡൻസി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ എറണാകുളം വരുന്നത്. എറണാകുളത്ത് ബസ് ഇറങ്ങിയതായിരുന്നാലും ഈ സ്ഥലത്ത് കാല് കുത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എറണാകുളം എനിക്കറിയില്ല, കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. ഗായ്സ്, ഞങ്ങൾ എടുത്ത റൂമിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാവേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നെപ്പോലെ ആദ്യമായിട്ട് എറണാകുളം വരുന്നവരോ എറണാകുളം വന്നിട്ട് സ്റ്റേ ചെയ്യാൻ നല്ല റൂംസൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റൂം. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരും. സൗത്ത് ഗേറ്റ് റെസിഡൻസി എന്നാണ് ഹോട്ടലിൻ്റെ നെയിം. എല്ലാ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർ ഡേ 2000 ആണ്. AC റൂമാണ് എടുത്തത്. ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം, പിന്നെ കബേർഡ്സുകൾ, AC, TV, പിന്നെ ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ടേബിളും 4 ചെയർസും, വലിയ ബെഡ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി കെറ്റിൽ വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും തേയിലയൊന്നുമില്ല. പിന്നെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. റെസ്റ്റോറൻ്റ് ഇല്ല. ഒറ്റയ്ക്ക് വരുന്നവർക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇച്ചാനെ അറിയത്തുള്ളൂ. ഞാൻ പ്രൊമോഷനായിട്ട് ചെയ്യുന്ന വീഡിയോ അല്ലല്ലോ. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എണീറ്റായിരുന്നു. അപ്പനും മോളും എണീറ്റപ്പോൾ 9:30 ആയി. ഞങ്ങൾ സ്റ്റോക്ക് എടുക്കാൻ പോകാൻ വേണ്ടി റെഡി ആയതാണ്. അതെന്നാ പരിപാടിയാ? വേഗം നടന്നു. ബാഗ് അടച്ച് നമ്മുടെ ചാർജ് വെച്ച് എറണാകുളം വന്നിട്ട് 2-3 സ്ഥലത്തൊക്കെ പോകണമെന്ന് ഞാൻ ഇച്ചാനോട് ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലുലു മാളിലും മറിയൻ ഡ്രൈവിലൊക്കെ പോകണമെന്ന് ഇച്ചാനോട് ആഗ്രഹം പറഞ്ഞിരുന്നാൽ ഈ പ്രാവശ്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റേണ്ടി വരും. അതിനുള്ള ബഡ്ജറ്റ് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു ഗൈസ്. സ്റ്റോക്ക് എടുക്കാനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അതനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ വേണ്ടി. ഭാഗ്യം. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിൽ കയറി മറിയൻ ഡ്രൈവിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മറിയൻ ഡ്രൈവിലുള്ള മാർക്കറ്റിൻ്റെ അകത്താണ്. ഞങ്ങളുടെ ഷോപ്പ്, ഹോൾസെയിൽ ഷോപ്പ് നോക്കി നടക്കുവാണ്. വഴികളൊക്കെ ചോദിച്ച് മാർക്കറ്റിൻ്റെ അകത്താണ്. ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്. ഇച്ചേനറിയാം ഇതൊക്കെ. ഇത് എറണാകുളം സൗത്ത് മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ അകത്ത് വന്ന് പ്രസ് ക്ലബ് റോഡിൽ, മാർക്കറ്റിൻ്റെ അകത്താണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രസ് ക്ലബ് റോഡിൽ ആണ് നമ്മുടെ ഡോട്ട്സ് എന്ന് പറഞ്ഞ ഹോൾസെയിൽ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. 2-3 ഇടത്തൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നത്. കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു കേട്ടോ. അല്പം നടക്കേണ്ടി വന്നു. ഓട്ടോക്കാർക്കൊന്നും അറിയത്തില്ല, ചോദിച്ചിട്ടൊന്നും അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ മാർക്കറ്റിൻ്റെ അവിടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ വഴി ചോദിച്ച് നടക്കും. ഗായ്സ്, ഞങ്ങൾ ഷോപ്പ് നോക്കി നടന്ന് അങ്ങനെ നമ്മുടെ ഷോപ്പ് കണ്ടു കിട്ടിയിരിക്കുകയാണ്. വാ
ഇച്ചായൻ വരുന്ന വഴിയിലും ഇതാണ്. ഓടി വാ. ഷോപ്പിൽ വന്ന് 2-3 പ്രോഡക്റ്റൊക്കെ എടുത്തു കേട്ടോ. ഞാൻ സാരി എടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു, പക്ഷേ എനിക്കത് പറ്റിയില്ല. സ്റ്റോക്കൊക്കെ എടുത്തു കഴിഞ്ഞ് അവരിനി ഞങ്ങൾക്ക് കൊറിയർ ചെയ്തു തരും. DTDC വഴിയാണ് കൊറിയർ ചെയ്തു തരുന്നത്. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, സ്റ്റോക്കൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കണം. ഞങ്ങൾക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. ഇച്ചാനെയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ ഒരു ക്ഷമയില്ല, കഴിക്കാൻ ഒന്നിനും ഒരു ക്ഷമയില്ല. ഒക്കുന്ന പോലെയൊക്കെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഭക്ഷണം എന്തെങ്കിലും കഴിക്കട്ടെ. ഞങ്ങളെ ഫുഡ് കഴിക്കാൻ കയറി. കിട്ടിയെന്ന് പറഞ്ഞ ഹോട്ടലാണ് കയറിയത്. മീൽസും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഫുഡ് കഴിക്കും. നല്ല വിശപ്പ് കഴിക്കും. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, കഴിക്കാതെയാണ് പുറത്തെടുക്കാൻ പോയത്. ചിക്കൻ പീസ് വേണ്ടേ? ചിക്കൻ പീസ് വേണ്ടേ? പപ്പ വരട്ടെ, പപ്പ പോയി ATM-ൻ്റെ അതിന് വേണ്ടി പോയത്. കഴിക്കും. ചിക്കൻ പീസ് വേണം. കൊള്ളാം വേണം. ചിക്കൻ ബിരിയാണി കഴിഞ്ഞോ? വന്നട്ടാ വേണോ? നല്ല ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണിയും റൈസും ഒക്കെ നല്ല ടേസ്റ്റാണ്. കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എറണാകുളത്ത് വന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ആവശ്യം കഴിഞ്ഞു. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരിച്ചു കേട്ടോ. ട്രെയിൻ കിട്ടിയില്ല. 4 മണിക്ക് 6 മണിക്കാണ് ട്രെയിന്. ടിക്കറ്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ബസ്സിനാക്കി. ബസ് യാത്ര മടുപ്പാണ്. എന്നാലും ട്രെയിനായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഇച്ചാനാണെങ്കിൽ പറയാമല്ലോ, ക്ഷമയെന്ന് പറഞ്ഞ കാര്യം ഇല്ലാത്തത് കൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു ട്രെയിൻ ടിക്കറ്റ്. നേരത്തെ ബുക്ക് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്തത്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ട്രിവാൻഡ്രം വന്നിട്ട് കാണാം.